എല്ലാവർക്കും നമസ്കാരം. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവകത്തിൻ ചില്ലയിലെല്ലാം മാണ്ടുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. എല്ലാവരുടെയും നല്ല മനസ്സിന് മുന്നിൽ വിനീതമായ നമസ്കാരം. പോരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്ധകാരത്തിന്റെ നടുവിൽ ആണ് ഞങ്ങൾ അധികാരം എടുക്കുന്നത്. അന്ധകാരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടോ? അന്ധകാരം ഉണ്ടായിരുന്നു എന്താ വെച്ചെങ്കിൽ അപേക്ഷ ക്ഷണിച്ച 700-800ഓളം വരുന്ന അപേക്ഷകൾ, വീടിന് അപേക്ഷ ക്ഷണിച്ച അപേക്ഷകൾ ഒന്നും ചെയ്യാതെ കെട്ടിക്കിടക്കുന്ന ഒരു സമയം. ഒരു ലിസ്റ്റ് ആയിട്ടില്ല, പഞ്ചായത്തിൽ ഒരു കുറെ അപേക്ഷകൾ വന്ന് കിടക്കുന്ന ഒരു കാലം. അതേപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് പോരൂർ പഞ്ചായത്തിന്റെ ആകെ താളം തെറ്റി ഒരു MCF ഇല്ല. ടാർപ്പായ കെട്ടിത്തൂക്കി പകുതി കീറി കിടക്കുന്ന ഒരു MCF-ഉം വാർഡിലെ ജനങ്ങളിൽ നിന്ന് കലക്ഷൻ തുടങ്ങി അത് കൃത്യമായിട്ട് നടത്താൻ പറ്റാത്ത കൊറോണ കാലവും ഒക്കെ ആ സമയം. അതേപോലെ തന്നെ ഗ്രാമീണ മേഖലകളിൽ അവിടങ്ങളായി കത്തി നിൽക്കുന്ന തെരുവുകളൊക്കെ തുടങ്ങി നിരവധി പ്രശ്നങ്ങളുടെ നടുവാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരം എടുക്കുന്നത്. ആ കൂരിരുട്ടിൽ നിന്നും ഈ പഞ്ചായത്ത് ഭരണസമിതിയെ കൈപിടിച്ചുയർത്തി ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഓരോരോ കാര്യങ്ങളും നമ്മുടെ ജനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നേതൃത്വം കൊടുത്തിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഈ ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ അടക്കമുള്ള ആളുകൾ അതൊന്ന് കൂടെ നിന്ന് പ്രവർത്തിച്ച് നമ്മുടെ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കൂടെ നിന്ന് പ്രവർത്തിച്ച ഏറ്റവും പ്രധാന പങ്കുവഹിച്ചത് നമ്മുടെ VO. ഒന്ന്, നമ്മുടെ വീടില്ലാത്ത ആളുകളുടെ വീടിന്റെ പ്രശ്നം, ചോർന്നൊലിക്കുന്ന വീടുകളുടെ റിപ്പയറിന്റെ പ്രശ്നം, കക്കൂസില്ലാത്ത ആളുകൾക്ക് കക്കൂസിന്റെ പ്രശ്നം, കിണർ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന കിണറുകളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ. അതേപോലെ തന്നെ നമ്മുടെ മാലിന്യ സംസ്കരണ രംഗത്ത് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മാലിന്യ സംസ്കരണ രംഗത്തെ മലപ്പുറത്തിന്റെ 1ാം നമ്പർ MCF സംവിധാനത്തോടു കൂടി നാളെ പോരൂർക്ക് നമ്മുടെ നാടിന് സമർപ്പിക്കാൻ പോവാം. ഈ സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത VO ചെറിയ രീതിയിലൊന്ന് അഭിനന്ദിച്ചാലും കൈയടിച്ചാലും പോരാ, ഒരു ഉഗ്രൻ കൈയടി നമുക്ക് കൊടുക്കണം.